Hello dear friends, it's Shalini with Easy English. English easy അല്ലേ? അതെ, ഇംഗ്ലീഷ് ഈസിയാണ്. അപ്പോൾ ടീച്ചറിൻ്റെ വീഡിയോസ് എല്ലാം കണ്ടായിരുന്നോ? കുറച്ച് ആം, എസ്, ആർ, വാസ് ഒക്കെ പറയാൻ പഠിച്ചോ? അതെങ്ങനെയാണ് ഒരു സെൻറ്റൻസിൽ ഉപയോഗിക്കേണ്ടത് മനസ്സിലായോ? അപ്പോൾ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു ലാംഗ്വേജ് നമ്മൾ പഠിക്കുമ്പോൾ അത് പ്രാക്ടീസ് ചെയ്യണം. ടീച്ചറെ, എനിക്ക് അറിഞ്ഞൂടാത്ത ലാംഗ്വേജ് ഞാൻ എങ്ങനെ പ്രാക്ടീസ് ചെയ്യും എന്നായിരിക്കും ചോദ്യം അല്ലേ? അപ്പോൾ അതിന് എന്ത് ചെയ്യണം? പുസ്തകങ്ങൾ വായിക്കണം, വീഡിയോസ് കാണണം ഇംഗ്ലീഷിലുള്ള, ആൻഡ് ദെൻ ഓഡിയോസ് കേൾക്കണം. പ്രാക്ടീസ് സോ ദാറ്റ് യു ക്യാൻ ലേൺ ഇംഗ്ലീഷ് ഫാസ്റ്റ്. ആൻഡ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി, നമ്മൾ കുഞ്ഞു കുട്ടികളോടൊക്കെ എന്താണ് കഥകൾ പറഞ്ഞു കൊടുക്കുക അല്ലേ? ആ കഥയിലൂടെ അവർ ഭാഷ നന്നായിട്ട് മനസ്സിലാക്കും. അപ്പോൾ സോ ടുഡേ ഇറ്റ്സ് സ്റ്റോറി ടൈം. ഒരു കഥ കേട്ടാലോ? ആരുടെ കഥ? നമ്മുടെ റാബിറ്റിൻ്റെയും ടോർട്ടസിൻ്റെയും. ആരുടെ? ആമയുടെയും മുയലിൻ്റെയും കഥ കേട്ടാലോ? സോ ബിഫോർ മീ ടെല്ലിങ് യു ദ സ്റ്റോറി, കുറച്ച് വേർഡ്സ്, പുതിയ വേർഡ്സ് അങ്ങ് പഠിക്കാം. ഓക്കെ? ലഷ് പറഞ്ഞേ. ലഷ് സമൃദ്ധമായ. ഡിസൈഡഡ് തീരുമാനിച്ചു. അറ്റ് ഹിസ് ഓൺ പേസ് സ്വന്തം വേഗത്തിൽ. നമുക്ക് ഓരോരുത്തർക്കും ഓരോ വേഗതയാണല്ലേ? ചിലർക്ക് വളരെ വേഗത്തിൽ ഓടാനും നടക്കാനും എല്ലാം പറ്റും, ചിലർ വളരെ പതുക്കെയാണ്. അപ്പോൾ അറ്റ് ഹിസ് ഓൺ പേസ് സ്വന്തം വേഗത്തിൽ. നാപ്പ് ഉറക്കം. ചാലഞ്ച്ഡ് വെല്ലുവിളിച്ചു. അപ്പോൾ ഇറ്റ്സ് എ സ്റ്റോറി അബൌട്ട് ദ ടോർട്ടോയ്സ് ആൻഡ് ദ റാബിറ്റ്. വൺസ് അപ്പോൺ എ ടൈം. എന്താണ്? പണ്ടൊരിക്കൽ ഇൻ എ ലഷ് ഗ്രീൻ ഫോറസ്റ്റ്, നല്ല സമൃദ്ധമായ പച്ചപ്പ് നിറഞ്ഞ കാട്ടിൽ, there lived a tortoise and a rabbit. ഒരു ആമയും ഒരു മുയലും ഉണ്ടായിരുന്നു. റാബിറ്റ് always made fun of the tortoise. എപ്പോഴും കളിയാക്കും. എന്തിന്? for being slow. നമ്മളും അങ്ങനെയാണല്ലേ? ഒരാൾക്ക് എന്തില്ല എന്നതാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത്. അതിനവരെ കളിയാക്കാനും കുറവുകൾ കണ്ടാൽ കളിയാക്കാനൊക്കെ ശ്രമിക്കാറുണ്ട്. അങ്ങനെയല്ല, നമ്മൾ നമ്മുടെ കൂടെയുള്ള ആൾക്കാരെയും നമ്മുടെ ചുറ്റുമുള്ള ജീവജാലങ്ങളെയും സഹായിക്കണം. മനസ്സിലായോ? അപ്പോ one day the tortoise decided to challenge him to a race. ടോർട്ടസിന് മതിയായി, ഒരു വെല്ലുവിളിച്ചു, ഒരു ഓട്ട മത്സരത്തിന്. The rabbit accepted the challenge. എന്താണ്? സ്വീകരിക്കുകയും ചെയ്തു. നമ്മുടെ റാബിറ്റ് ഇവനെ എങ്ങനെ തോൽപ്പിക്കാൻ എന്ത് എളുപ്പം അല്ലേ? The race began. ഓട്ട മത്സരം തുടങ്ങി. And as expected, എല്ലാവരും പ്രതീക്ഷിച്ച പോലെ തന്നെ the rabbit sprinted ahead. എന്താണ്? മുന്നോട്ട് കുതിച്ചു. ആര്? നമ്മുടെ റാബിറ്റ്. tortoise was left behind. പിന്നിലാക്കി നമ്മുടെ റാബിറ്റ് ഓടിപ്പോയി. The rabbit decided to take a nap under a tree. ഒരു മരത്തിന്റെ കീഴിൽ എന്താണ്? റാബിറ്റ് ഒന്ന് ഉറങ്ങാമെന്ന് തീരുമാനിച്ചു. എന്തായാലും ടോർട്ടസ് ഇപ്പോഴൊന്നും വരില്ല. Tortoise kept going at his own pace. അവൻ സ്വന്തം വേഗത്തിൽ പതുക്കെ നടന്നു. And won the race. എന്താണ്? മത്സരം വിജയിച്ചു. മനസ്സിലായോ? സോ വാട്ട് ഡിഡ് യു ലേൺ ഫ്രം ദ സ്റ്റോറി? ഈ സ്റ്റോറിയിൽ നിങ്ങൾ എന്താണ് പഠിച്ചത്? നെവർ ഗിവ് അപ്പ്. പറഞ്ഞ ടീച്ചറിന്റെ കൂടെ, ഒരിക്കലും ഒന്നും വിട്ടുകൊടുക്കില്ല, അല്ലെങ്കിൽ പരാജയം പെട്ടെന്ന് സമ്മതിക്കില്ല. നെവർ ഗിവ് അപ്പ്. സോ വൺസ് അഗൈൻ ടീച്ചറിന്റെ കൂടെ ഇതൊന്ന് എടുത്തിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ ടീച്ചറിന്റെ കൂടെ പറഞ്ഞേ. Once upon a time, in a lush green forest, there lived a tortoise and a rabbit. Rabbit always made fun of the tortoise for being slow. One day, the tortoise decided to challenge him to a race. The rabbit accepted the challenge. The race began, and as expected, the rabbit sprinted ahead. Tortoise was left behind.
The rabbit decided to take a nap under a tree. Tortoise kept going at his own pace and won the race. What did you learn? Never give up. അപ്പോൾ ഈ സ്റ്റോറി ഒന്ന് പഠിച്ച് ടീച്ചറിന് അയച്ചു തന്നേ. And please like and subscribe to my channel so that we can learn English together. So bye-bye.